ഇഡി റെഡി പിന്നാലെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ പി രാജീവിന്റെ നേതൃത്വത്തിൽ അടക്കം പ്രതിഷേധം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തകർക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ CPIM-നെ തകർക്കുവാൻ സഖാവ് പിണറായി വിജയനെ തകർക്കുവാൻ നടത്തുന്ന പ്രചാരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചിൽ ആദരിക്കപ്പെട്ടവരെ കടന്നു വരികയാണ്. കേരളത്തിലെ CPIM-നെ തകർക്കുവാൻ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ CPIM-നെ തകർക്കുവാൻ കേസെടുത്തുകൊണ്ട് കേരളത്തിലെ CPIM-ന്റെ സമ്മന്നതരായ നേതാക്കൾ കേന്ദ്ര ഏജൻസികൾ സംഘടിപ്പിച്ചിട്ടുള്ള കടന്നു വരികയാണ്. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ CPIM-ന്റെ സമ്മന്നതരായ നേതാവും സഖാവ് പിണറായി വിജയനെതിരെ നടത്തുന്ന നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പ്രിയപ്പെട്ടവരെ ഇതാ കടന്നു വരികയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കേരളത്തിന്റെ CPIM-ന്റെ സമ്മന്നതരായ നേതാവ് സഖാവ് പിണറായി വിജയനെ തകർക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ CPIM-നെ തകർക്കാൻ ശ്രമിക്കുന്ന നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ CPIM-ന്റെ സമ്മന്നതരായ നേതാവ്
സഖാവ് പിണറായി വിജയനെ തകർക്കുവാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നടപടികളെതിരെ പ്രതിഷേധിക്കുന്ന CPIM കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. കേരളത്തിലെ CPIM-ന്റെ പിണറായി വിജയനെയും കേന്ദ്ര ഏജൻസികളെ CPIM-ന്റെ സമന്വയമായ പിണറായി വിജയനെയും കള്ളക്കേസിൽ പിടിക്കുന്ന ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പ്രിയപ്പെട്ടവരെ നടന്നു വരികയാണ്. സഖാവ് പിണറായി വിജയനെയും CPIM-നെയും തകർക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് CPIM-നെ തകർക്കാൻ ശ്രമിക്കുന്ന നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സർക്കാരിന് നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. CPIM-ന്റെ സമന്വയമായ നേതാവ് പിണറായി വിജയനെയും തകർക്കുവാൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേരള സർക്കാർ നടത്തുന്ന നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. CPIM-നെ തകർക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. CPIM-നെയും തകർക്കുവാൻ ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഈ നടപടികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. നൂറുകണക്കിന് CPIM
പ്രവർത്തകർ അടിച്ചേർന്നുകൊണ്ട് കേരളത്തിലെ സിപിഐഎമ്മിന്റെ സമ്മന്നതരായ സഖാവ് പിണറായി വിജയനെയും കള്ളക്കേസ് കൊടുക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ നടപടികൾക്ക് ഒത്താശ ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടനയിലുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നുവരികയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമ്മന്നതരായ നേതാവ് സഖാവ് പിണറായി വിജയനെ കള്ളക്കേസിൽ കൊടുക്കുവാൻ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ സിപിഐഎമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റുകളെയും സിപിഐഎമ്മിന്റെ പിണറായി വിജയനെയും കള്ളക്കേസിൽ കൊടുക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതാ കടന്നു വരികയാണ്. കോൺഗ്രസിന്റെ കൂട്ടുപിടിച്ച് ഞങ്ങളുടെ നേരെ പോരിൽ വന്നാൽ തിരിച്ചടിക്കുന്ന കാലം ആര് പറയുന്നറിയാമോ? നിരവധി ചോരച്ചാലുകൾ നീതി കയറിയ പ്രസ്ഥാനം സിപിഐഎം ഇൻക്ലാബ് സിന്ദാബാദ് സിപിഐഎം സിന്ദാബാദ് കേരളത്തിലെ സിപിഐഎമ്മിന്റെ സമ്മന്നതരായ നേതാവ് സഖാവ് പിണറായി വിജയനെ കള്ളക്കേസിൽ കൊടുക്കുവാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് ഒത്താശ ചെയ്യുന്ന കേരള സർക്കാരിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പ്രിയപ്പെട്ടവരെ ഇതാ കടന്നു വരികയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ തകർക്കുവാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മന്നതരായ നേതാവ് സഖാവ് പിണറായി വിജയനെതിരെ കള്ളക്കേസെടുക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. സിപിഐഎമ്മിന്റെ സമ്മന്നതരായ നേതാവ് സഖാവ് പിണറായി വിജയനെതിരെ കള്ളക്കേസെടുക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് ഒത്താശ ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസ് ഭരണകൂടങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമ്മന്നതരായ നേതാവ് സഖാവ് പിണറായി വിജയനെതിരെ കള്ളക്കേസെടുക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. സിപിഐഎമ്മിന്റെ സമ്മന്നതരായ നേതാവ് സഖാവ് പിണറായി കേസെടുക്കുവാൻ കേന്ദ്ര ഏജൻസികളെ സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമ്മന്നതരായ നേതാവ് സഖാവ് പിണറായി വിജയനെതിരെ കള്ളക്കേസെടുക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎം സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമ്മന്നതരായ നേതാവിനെതിരെ കള്ളക്കേസെടുക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ നടപടികൾക്ക് ഒത്താശ ചെയ്യുന്ന കേരളത്തിലെ
കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമന്വിതരായ നേതാവ് സഖാവ് പിണറായി വിജയനെതിരെ കള്ളക്കേസെടുക്കുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് കടന്നു വരികയാണ്. സംസാരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ജില്ലാ സെക്രട്ടറി പ്രതിഷേധ പ്രകടനം. പ്രിയപ്പെട്ട സഖാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് പുലർച്ചെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായി വിജയന്റെ വീടുകളിൽ കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന് നേരെയുള്ള ആക്രമണം കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പാർട്ടിയുടെ സമുന്നത നേതാവായ പിണറായിയെ വേട്ടയാടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തകർക്കാനുള്ള പദ്ധതിക്ക് നീണ്ട പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. പല ഘട്ടങ്ങളിലും കള്ളക്കേസുകൾ കുടുക്കിക്കൊണ്ട് അത് പ്രതി ചേർക്കാനും നേതാവെന്ന നിലയിൽ സഖാവ് പിണറായിയും അതുവഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും കടന്നാക്രമിച്ച് തകർക്കാനുള്ള പദ്ധതിക്ക് പല ഘട്ടങ്ങളിലും വലതുപക്ഷ രാഷ്ട്രീയം ഈ കേരളത്തിന്റെ മണ്ണിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവ് പിണറായിയെ പല രൂപത്തിൽ ആക്രമിക്കാനുള്ള പദ്ധതി രാജ്യം ഭരിക്കുന്ന RSSന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് നടപ്പാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന പല കള്ളക്കേസുകളെയും നേരിട്ടുകൊണ്ടും അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ചുകൊണ്ടും നിയമപരമായി ചോദ്യം ചെയ്തുകൊണ്ടുമാണ് സഖാവ് പിണറായിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരാജയം സംഭവിച്ചപ്പോ ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മാതൃകാപരമായ പ്രതിപക്ഷമായി നാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തെയും വലതുപക്ഷം എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് കാണുന്നതാണ് ഈ രൂപത്തിലുള്ള ആക്രമണം എന്ന് നാം കാണണം. ഇപ്പോ ആക്രമിക്കാൻ RSSും BJPയും പഴയ കേസുകളുടെ ഒരു തരിമ്പ് പോലും തെളിവില്ലാത്ത പിണറായിയോട് ബന്ധപ്പെടുത്താൻ കഴിയാത്ത പല നീതിപീഠങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി തള്ളിക്കളഞ്ഞ കേസിന്റെ തുമ്പ് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ RSSന്റെ വേട്ടപ്പട്ടിയായ ED എന്ന സംവിധാനത്തെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അന്വേഷണ സംവിധാനങ്ങൾ പാർട്ടിയുടെ നേതാക്കന്മാരെയും ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാനാണ് നിങ്ങളുടെ പദ്ധതി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന്റെ തുടക്കമായിട്ടാണ് നിങ്ങൾ ഈ നെറുകെട്ട പണി ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. ഒരു സംശയവും വേണ്ട, ഈ നാടിന്റെ തൊഴിലാളി വർഗം തീപ്പന്തമായി മാറാൻ വേണ്ടി പോകുകയാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ. ഒരു സംശയവും വേണ്ട. മോഡിയുടെയും RSSന്റെയും പദ്ധതിക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന VD സതീശന്റെ പുതിയ കോൺഗ്രസ് ഗവൺമെന്റിന്റെയും രാഷ്ട്രീയ ദുഷ്ടലാക്കുകൾക്കെതിരെയുള്ള അതിശക്തമായ ജനകീയ പ്രതിരോധം കേരളത്തിന്റെ മണ്ണിൽ ഉയരും. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ അതിന്റെ നേതാവായ സഖാവ് പിണറായിയെ ഈ നാട് സംരക്ഷിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ തെരുവിലിറങ്ങി തീർക്കുന്ന മഹാകോട്ട കൊണ്ടാണ് എന്നുള്ളത് കാലം സാക്ഷ്യപ്പെടുത്തും. അത്തരത്തിലുള്ള ഒരു പോരാട്ടം അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, കേന്ദ്ര സർക്കാരിന്റെ ദുഷ്ടലാക്കിന്റെ പദ്ധതികളെ പ്രതിരോധിക്കാൻ ആ പദ്ധതിക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന VD സതീശൻ ഗവൺമെന്റിനെ തുറന്നു കാണിച്ചുകൊണ്ട് രാഷ്ട്രീയവും നിയമപരവുമായ പോരാട്ടങ്ങളെ
സ്വധൈര്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ്. ആ പ്രതിഷേധ യോഗത്തിൽ ഈ പങ്കെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളുടെ സമരങ്ങളെ ശ്രദ്ധിക്കുന്ന, ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്യുന്നു. ഇനിയുള്ള ഓരോ മണിക്കൂറുകളും കൂടുതൽ കരുത്തുറ്റ പോരാട്ടത്തിന്റേതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ പോരാട്ടം ഏറ്റെടുക്കാൻ എറണാകുളത്തിൽ ഉൾപ്പെടെ കേരളത്തിന്റെ കണ്ണൂരിന് വീട്ടിലും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള റിയാസിന്റെ വീട്ടിലുമൊക്കെ ട്രെയിൻ നടക്കുന്നതിനൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. പാർട്ടിയെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ, പാർട്ടി നേതൃത്വത്തെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടത്. കേരളത്തിനകത്ത് കോൺഗ്രസിന്റെ മേധാവി വരുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്തുകൊണ്ട് പിണറായിയെ ഈട് ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായിയെ ഈട് ജയിലിലടയ്ക്കുന്നില്ല? ഈ ചോദ്യമാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ സഹോദരി കേരളത്തിന്റെ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയായി പ്രിയങ്ക ഗാന്ധി ഈ ചോദ്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിലടയ്ക്കും എന്ന ചോദ്യം ആദ്യത്തെ സന്ദർശന വേളയിൽ തന്നെ ചോദിച്ചോ? ആരൊക്കെ തന്നെയാണ് ഡീലുള്ളത്? പിണറായിക്കെതിരെ ഒരു വിധത്തിലുള്ള കേസുമില്ല. പിണറായിക്കെതിരെ ഒരു സമൻസില്ല. പിണറായിക്കെതിരെ ഒരു വാറന്റില്ല. ഈ കേസിനകത്ത് ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന് നിരവധി കോടതികൾ തന്നെ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയാണല്ലോ തോട്ടപ്പള്ളി അതിനകത്ത് ആനുകൂല്യം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ കോൺഗ്രസ് പോയത്. അതുമായി ബന്ധപ്പെടുത്താൻ ആ കേസിൽ ഉൾപ്പെടെ എല്ലാ കോടതികളും തള്ളിക്കളഞ്ഞില്ലേ? മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്താൻ ഒരു തരത്തിലും തെളിവുകളില്ലാത്ത, ഒരു തരത്തിലും ഒന്നുമില്ലാത്ത ഒരു കേസിനകത്ത് CPM-നെ ദുർബലപ്പെടുത്താൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോ ഇന്നലെ കേരള ഹൈക്കോടതി 2024 കോടതിയുടെ മുൻപിലുള്ള ഒരു കേസ് തള്ളി. ആ കേസ് കൊടുത്തിരിക്കുന്നത് CMRL എന്ന കമ്പനിക്കകത്ത് ഉദ്യോഗസ്ഥർ അവർക്ക് ലഭിച്ച സമൻസിനെ കുറിച്ചാണ്. കോടതി പറഞ്ഞു FIR ഇട്ടിട്ടില്ല, പരാതി പോലുമില്ല. വിധി പറയാൻ പോകുന്ന ഘട്ടത്തിൽ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചപ്പോ ഒരു ഇടക്കാല ഹർജി നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് നടപടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ മറ്റൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അന്വേഷണത്തിന് വേണ്ടിയല്ലേ സമൻസ് നൽകിയിട്ടുള്ളത്, ഈ ഘട്ടത്തിൽ ഇടപെടുമില്ല. ഇതാണ് ഇന്നലെ കോടതി പറഞ്ഞത്. എന്നാൽ ആ സമൻസ് ലഭിച്ച ആളുകളിൽ പിണറായി വിജയനില്ല. ആ സമൻസ് ലഭിച്ച ആളിൽ പിണറായി വിജയൻ സഖാവിന്റെ മകളില്ല, അല്ലെങ്കിൽ സഖാവ് റിയാസില്ല. ഇവരാരും ഒരു സമൻസ് ലഭിച്ചവരല്ല. സമൻസ് ലഭിച്ച് കോടതിയെ സമീപിച്ചിട്ടുള്ളവർ കമ്പനിയുടെ ആളുകളാണ്. അത്തരത്തിലൊരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് ഇന്നും നാളെയും ഒക്കെ അവധി എന്ന നിലയിൽ ED അതിവേഗതയിൽ ചർച്ചയായി വരികയാണ്. കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചില്ലേ? മോദിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ശക്തനായ അരവിന്ദ് കെജ്രിവാൾ ആ സംഘപരിവാരത്തിന് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന കോൺഗ്രസ് അറിയണം, ഇതിനെല്ലാം എത്രയോ മുൻപ് 2016 സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. 2016 തുറന്നു വീണയാളല്ല പിണറായി. അതിന് എത്രയോ ആണ്ടുകൾക്ക് മുൻപ് ഈ ഭരണകൂട സംവിധാനം പുറകിലടച്ചിരിക്കുന്നു, മൃഗീയമായി പീഡിപ്പിച്ചിരിക്കുന്നു, ഇഞ്ചോടിച്ചും ചതച്ച് കൊല്ലാൻ നോക്കിയിരിക്കുന്നു. അതെല്ലാം അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള കാലങ്ങളിൽ നമ്മുടെ അനുഭവത്തിന്റെ ഭാഗമായുള്ളതാണ്. അതിന് പുറമെ പിണറായിയെ കൊല്ലാൻ എത്രയോ നമ്മുടെ സംഘപരിവാരം ശ്രമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വധശ്രമം നടത്തിയപ്പോഴാണ് സഖാവ് EP
DPയെ തീവണ്ടിയിൽ വെച്ച് വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാനതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. വെടിയുണ്ടകളും കൽപ്പുറങ്കുകളും നേരിട്ടാണ് ലോകത്തെല്ലായിടത്തും എന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലും ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുൻപോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭരണമാറ്റത്തിന്റെ കൂടി അന്തരീക്ഷം ഉണ്ടായിരിക്കും. കോൺഗ്രസ് ആണെങ്കിൽ EDക്ക് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന സംഘപരിവാരത്തിന്റെ വിശ്വസ്തരായ സേവകന്മാരായിട്ടാണ് കുറച്ചായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അനുഭവം ഇവിടെ സഖാവ് രാജീവ് സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യം അറസ്റ്റ് ചെയ്ത് തുറങ്കിലടിച്ചത് മനീഷ് സിസോദിയയായിരുന്നു. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിച്ചത് അരവിന്ദ് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഡൽഹിയിൽ പരാതിക്കാരുടെ റോളായിരുന്നു കോൺഗ്രസ്. മനീഷ് സിസോദിയയ്ക്ക് പുറകെ അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തു, തുറങ്കിലടച്ചു. ഒടുവിൽ ആ കേസ് എന്തായി എന്ന് നമ്മൾ കണ്ടു. സംഘപരിവാരം BJP കേന്ദ്ര ഭരണകൂടം EDയെ ഉപയോഗിച്ച് തങ്ങൾക്കെതിരെ ഉയരുന്ന ദൃഢമായ രാഷ്ട്രീയ ശബ്ദങ്ങളെ നിശബ്ദ എന്തായാലും പിണറായി വിജയന്റെ വീട്ടിലടക്കം നടക്കുന്ന ED റെയ്ഡിൽ പ്രതിഷേധിച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിലെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. P. രാജീവ്, M. സ്വരാജ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിലടക്കം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ED നടത്തുന്ന ഗൂഢലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ BJPയുമായി ചേർന്ന് ED നടത്തുന്ന ആസൂത്രിത നീക്കമാണിതെന്നാണ് മുതിർന്ന നേതാക്കൾ അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകം ഒട്ടാകെ പ്രതിഷേധം നടക്കുകയാണ്.